രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. യുവനടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രഞ്ജിത്ത് ഉള്ളത്. നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസന്വേഷണത്തിനായി കൊച്ചി DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കൊച്ചി DCP അശ്വതി ജിജിയാണ് SITക്ക് നേതൃത്വം നൽകുന്നത്. ഉദയംപേരൂർ SHOക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, നമുക്കറിയാം നേരത്തെയും രഞ്ജിത്തിനെതിരെ സമാന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? രഞ്ജിത്തിനെ എപ്പോൾ കൊച്ചിയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിപിൻ, സിനിമാ ചിത്രീകരണത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഒരു കാരവനിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനമുള്ളത്. അത് ജനുവരി 28-ാം തീയതി പരാതി ലഭിക്കുന്നു. പോലീസിന് ആ പരാതി ലഭിച്ചതിന് തൊട്ടുപുറകെ 30-ാം തീയതി തന്നെ അത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. 30-ന് തന്നെ കേസെടുക്കുന്നു. ജനുവരി 30-ന് കേസെടുക്കുന്നു. പിന്നീട് ഇതിന്റെ പ്രാഥമികമായ അന്വേഷണം നടത്തി ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാവുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പീഡനത്തിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എറണാകുളം വനിതാ പോലീസിന് DCP കേസ് കൈമാറുകയും അവരാണ് FIR ഇടുകയും ചെയ്തിരിക്കുന്നത്. ലൈംഗികമായ അതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു സ്വഭാവമുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് പോലീസ് മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. ഷൂട്ടിംഗ് സമയത്താണ് ഈ ഒരു പീഡന ശ്രമം നടക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ തൊടുപുഴയിൽ നിന്ന് കസ്റ്റഡിയിലായ രഞ്ജിത്തിനെ അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുകയും പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കൊച്ചിയിൽ വെച്ചായിരിക്കും മറ്റ് പോലീസിന്റെ നടപടിക്രമങ്ങളും ചോദ്യം ചെയ്യലും ഉണ്ടാവുക. ഒരുപക്ഷെ കമ്മീഷണറുടെ നേരിട്ടായിരിക്കും അദ്ദേഹം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുക. ഇത് 3ാമത്തെ ലൈംഗിക അതിക്രമ കേസായിരുന്നു. മറ്റ് 2 കേസുകൾ കോടതി റദ്ദ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ 3ാമത്തെ കേസിൽ അത് കസ്റ്റഡിയിലെടുക്കുകയും അതൊരു അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലാകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് മീടു ആരോപണങ്ങൾ തുടർച്ചയായി വരുന്ന ഒരു ഘട്ടത്തിൽ അതിലാണ് രഞ്ജിത്തിനെതിരെയും ഇങ്ങനെ പരാതികളൊക്കെ വരുന്നൊരു ഇതുണ്ടായത്. അന്ന് WCC എല്ലാം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തതാണ്. രഞ്ജിത്ത് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നടന്മാരുൾപ്പെടെ ഈ പ്രതിപട്ടികയിലേക്ക് വരികയും ആരോപണം മുനമ്പിൽ നിൽക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പല കേസുകളും അതിൽ റദ്ദാക്കപ്പെട്ടു. അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് വന്നവർ പിന്നീട് തുടർന്ന് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചതിനെയും തുടർന്ന് പല കേസുകളും അങ്ങനെ റദ്ദാക്കപ്പെടുകയായിരുന്നു. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ കേസുമായി മുന്നോട്ട് പോകാൻ അവർ വില്ലിംഗ് ആയിരുന്നില്ല. അങ്ങനെ മറ്റ് കേസിന്റെയോ അല്ലെങ്കിൽ തുടർ നടപടികളിൽ നിന്നൊക്കെ നടന്മാർ അതിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഈ ഒരു കേസിൽ അറസ്റ്റിലാകും എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ വീണ്ടും അത് ഇത്തരം ഒരു കേസിന്റെ തുടർചലനങ്ങൾക്ക് ഇടയാക്കുന്നു എന്നുള്ളത് കൂടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.